ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പം കീം 2027 വേണ്ടിയിട്ട് ലെറ്റ് us വെൽക്കം കീം 2027. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഹൗ ടു ഗെറ്റ് ടോപ്പ് 100. നിങ്ങൾ 100 വിത്തിൻ 100 റാങ്കിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹൗ ടു ഗെറ്റ് ടോപ്പ് 100. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വർഷം മെനക്കെട്ടേ പറ്റും. ദിസ് ഈസ് ഫോർ ദോസ് ഹു ആർ ഇൻ ദ കമ്മിങ് ടു 12th സ്റ്റാൻഡേർഡ്. ഈവൻ ഫോർ 11th സ്റ്റാൻഡേർഡ് കുട്ടികൾക്കാണെങ്കിൽ ദേ വിൽ ഗെറ്റ്, അതായത് ഇപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അവർ ചിലപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ബട്ട് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഞാനിനി എന്തായാലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഈവൻ ഫോർ നീറ്റ് ഓൾസോ ദേ ക്യാൻ ഓൾസോ വാച്ച് ദിസ് വൺ. അപ്പോൾ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്, കാരണം അവർക്ക് ഒരു വർഷം കൂടെ കൂടുതൽ കിട്ടുവാണ്. സോ ദിസ് ഈസ് മെയിൻലി ഫോർ ദിസ് 11th and 12th. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സമയം എന്തായാലും നമ്മൾ ഈ ഒരു വർഷം മെനക്കെട്ടേ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് സ്വപ്നം കാണുന്നതിന് എന്താ കുറവ്? നമുക്ക് ഈവൻ ടോപ്പ് 100-നകത്തോ ടോപ്പ് 50-ക്കകത്തോ വരുന്നതെന്ന് എന്തായാലും നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. ദാറ്റ് ഷുഡ് ബി അവർ, അത് നമ്മുടെ ഒരു എയിം ആക്കാം. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തോന്നാതെ നമുക്കത് കിട്ടില്ലല്ലോ. സോ ഫസ്റ്റ് യുവർ എയിം ഷുഡ് ബി ഗെറ്റിംഗ് ടോപ്പ് 100. അപ്പോൾ ടോപ്പ് ഒരു 5,000-നകത്തോ 10,000-നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് തിങ്. അത് ജസ്റ്റ് ഒന്ന് അവരുടെ നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം അത്, പിന്നെ കുറച്ച് PVQs ചെയ്താൽ തന്നെ നമുക്ക് വിൽ ഗെറ്റ് ദാറ്റ് റാങ്ക്. ബട്ട് വിത്തിൻ ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 50-ൽ വന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച്, നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. സോ ആ ഫ്രീഡം അല്ലേ നമുക്ക് വേണ്ടത്. എന്തായാലും നമ്മൾ 2 വർഷം മെനക്കെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ മെനക്കെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് വേണ്ടേ? ഈ സമയത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ ബ്രെയിൻ ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് ചെയ്ത്, കുറച്ച് നെഗറ്റീവ് മാർക്കിങ്സ് ഒക്കെ കുറച്ച്, പ്ലസ് ബോർഡ് എക്സാമിനും കൂടെ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ദാറ്റ് ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ടോപ്പ് 100. അപ്പോൾ ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 150 അല്ലെങ്കിൽ ടോപ്പ് 500-ലാണ് ഭയങ്കരമായ കോമ്പറ്റീഷനുള്ളത്. താഴേക്ക് വലിയ കോമ്പറ്റീഷനൊന്നുമില്ല, കാരണം ആ ടോപ്പ് 500-ലൊക്കെ ആരൊക്കെയാണ് വരുന്നത്, അതിലാണ് നമ്മുടെ പ്രശ്നം. അവർ കീം എക്സാം ഈസ് വെരി സിമ്പിൾ, ബട്ട് ഗെറ്റിംഗ് ഗുഡ് റാങ്ക് ഈസ് നോട്ട് ഈസി. അതെന്താ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബേസിക്സ് ഒക്കെ നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ബേസിക്സിൽ നിന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് 80% സാധനങ്ങളും വരുന്നത്. പിന്നെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ആലോചിക്കാനുള്ള, നമുക്കൊരു മനസ്സമാധാനത്തോടെ ആലോചിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ, അല്ലെങ്കിൽ ബാക്കി കുറേ മോക്ക് ടെസ്റ്റ് PVQs ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് നമുക്ക് കിട്ടും. ബട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ആർക്കും ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ ഒന്നെങ്കിൽ സമയം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കുറേ ആലോചിച്ച് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് മാത്രമല്ല ആർക്കും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ യു ഡോണ്ട് ബോതേർഡ് അബൌട്ട് സച്ച് തിങ്സ്. അപ്പം നമുക്ക് നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ഈ ടൈമാണ് പ്രധാനം. ഇതിനകത്ത് ഈ ടൈമിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം. ആ ടൈമിനുള്ളിൽ ഫിസിക്സ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ വരണം, കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആണെങ്കിൽ ശരിയാണോ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബേസിക്കലി ഒരു ചാപ്റ്ററിന് 1, 2, 3 കോൺസെപ്റ്റ്സ് ഉണ്ടാകും. ആ കോൺസെപ്റ്റ്സ് നമ്മുടെ തലയിലേക്ക് കയറ്റുക. വാട്ട് ഈസ് എ കോൺസെപ്റ്റ്? ഇപ്പം നമ്മളിപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ബെർണോളിസ് തിയറം, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ആ ഒരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ആ കോൺസെപ്റ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ വാട്ട് എവർ മേ ബി ദ ക്വസ്റ്റ്യൻ, ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ അതിൽ വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ കുറച്ച് ഇക്വേഷൻ ബേസ്ഡ്, മെയിൻലി ഇതിനകത്ത് വരുന്നത് അതാണ്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ജസ്റ്റ് യൂണിറ്റ് ഓഫ് മൊമെൻറ്റം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ദാറ്റ് ഈസ് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്, എന്തിനെങ്കിലും യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഈസി ടു ആൻസർ. അപ്പോൾ അങ്ങനെ അല്ല രണ്ടും തമ്മിലുള്ള കൺവേർഷൻസ്, സോ അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടും. സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോർഡ് എക്സാമിന് പലപ്പോഴും നമ്മൾ ചില ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഒഴിവാക്കും, അല്ലേ? അത് ഒഴിവാക്കിയാലും വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ബോർഡ് എക്സാം. ബട്ട് ഇതിനകത്ത് നമ്മൾ ഒന്നും ഒഴിവാക്കരുത്. എല്ലാ ചാപ്റ്ററും നമ്മൾ എങ്ങനെയെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിലെങ്കിൽ ലാസ്റ്റ്. ബട്ട് നൗ യു ഹാവ് 1 more year, 1 complete year ഉണ്ട്
2027 കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരു ചാപ്റ്ററും ഒഴിവാക്കാൻ പാടില്ല, എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യുക, പറ്റാവുന്ന അത്രയും കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ദാറ്റ് ഷുഡ് ബി യുവർ പോളിസി. കംപ്ലീറ്റ് ചാപ്റ്റർ കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ദെൻ PYQs ഇൻ ബിറ്റ്വീൻ തന്നെ നമുക്ക് ആ ചാപ്റ്ററിൽ വരുന്ന PYQs എല്ലാം ചെയ്ത് പോവുക. 1, 2, 3, 4 പ്രാവശ്യം ചെയ്തെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദാറ്റ് കോൺസെപ്റ്റ്സ്, ദാറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ഗോ ഇൻ ടു യുവർ ബ്രെയിൻ ആൻഡ് അത് ആ എക്സാം സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വരും. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് തിങ്. സോ ഞാൻ പറഞ്ഞത് ഒന്നിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമത്തെ കേസിൽ എന്താ വരുന്നതെന്ന് കുറച്ച് അത് ഇക്വേഷൻ ബേസ്ഡ്, നമുക്ക് ഇക്വേഷൻ അറിയാമായിരിക്കണം ആ ചാപ്റ്ററിലെ, അത് ഓർമ്മയുണ്ടാവണം, അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ കപ്പാസിറ്റി കാണിച്ചവർക്ക് എല്ലാം അറിയാം. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്സ് എഴുതി വരുമ്പോൾ ഒരു പോയിന്റ് മാറും, ഒരു 0 മാറും, സംഭവം തെറ്റിപ്പോകും. സോ അതുകൊണ്ട് നമ്മൾ ചെയ്ത് പഠിക്കുകയും മാത്തമാറ്റിക്കൽ എബിലിറ്റി നമുക്ക് വേണം. സോ ദാറ്റ് വി നീഡ് ടു ഫോക്കസ്. അത് നമ്മൾ ചെയ്താൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സോ ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു ബുക്ക് ഉണ്ടാവണം, ഇക്വേഷൻ ചെയ്തിട്ടുള്ള ബുക്സ് ഉണ്ടാവണം, നമുക്ക് അറിയത്തില്ലെങ്കിലും അതിൽ പോയി നോക്കി അത് കണ്ടുപിടിച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. സോ ദാറ്റ് വി നീഡ് ടു കോൺസെൻട്രേറ്റ്. മൂന്നാമത്തെ കാര്യം, വളരെ ഒരു രീതിയിൽ ഒരു മനുഷ്യന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വളരെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ വിട്ടുകളയുക. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് കുറേ കൂടെ കാരണം ഇത് ചിലപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ മറ്റേ ചാപ്റ്ററിൻ്റെ രണ്ടും കൂടെ ചേർത്തുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ കീമിലൊക്കെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് അത് വരത്തുള്ളൂ. പക്ഷേ അതും വരും. അപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് യു ക്യാൻ ഗോ ഇൻ ടു ദാറ്റ് ഫസ്റ്റ് 500, ഫസ്റ്റ് 100 ഓർ ഫസ്റ്റ് 50ലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ദാറ്റ് ഷുഡ് ബി, നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, എന്തെങ്കിലും ഒരു ഗോൾ വേണമല്ലോ. സോ ദാറ്റ് ഷുഡ് ബി അവർ ഗോൾ. ഒരു ഗോളും ഇല്ലാതെ നമുക്ക് എങ്ങനെയും ഒന്ന് കയറി പറ്റിയാൽ മതി, അല്ലെങ്കിൽ മിനിമം മാർക്ക് മതി, അങ്ങനെയൊന്നും ആയിരിക്കരുത്. ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ ടോപ്പ്. നമുക്കൊരു വലിയ സ്വപ്നം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റും. സോ അതുകൊണ്ട് യു ജസ്റ്റ് കോൺസെൻട്രേറ്റ്, യു ജസ്റ്റ് തിങ്ക് ദാറ്റ് ഓക്കെ യു വിൽ ഗെറ്റ് എ ഗുഡ് റാങ്ക് 1000. നമുക്കൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു ഗോൾ വേണം. സോ ലെറ്റ് ദാറ്റ് ബി ദിസ് വൺ. or യു ക്യാൻ ഈവൻ ഗോ ടു ടോപ്പ് 10, ടോപ്പ് 50. അപ്പോൾ ഈ ടോപ്പ് 10, ടോപ്പ് 100 എന്നൊക്കെ പറയുമ്പോൾ, ടോപ്പ് 500 എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരുന്ന കോമ്പറ്റീറ്റേഴ്സ്, അത് ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് തിങ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. ബിക്കോസ് അതിൽ നമുക്ക് വരുന്ന കോമ്പറ്റീറ്റേഴ്സാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറയാം. കാരണം 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തന്നെ ജെയ്ക്ക് വേണ്ടിയിട്ട്, നീറ്റിന് വേണ്ടിയിട്ട് ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഞാൻ പറയട്ടെ, വേറെ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ സ്റ്റുഡൻസ് ദേ വിൽ സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫ്രം സ്റ്റാൻഡേർഡ് 5, 6, 7, 8, 9 or even 10th. അപ്പോൾ അല്ലെങ്കിൽ 11th. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു വർഷത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നതിന് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ they have to be very very particular about this scheme exam. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്ര ചെറു പ്രായത്തിൽ മുതൽ തന്നെ ജെഇ കിട്ടണം അല്ലെങ്കിൽ നീറ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് ഇതിൻ്റെ ബേസിക്സ് പഠിച്ച് എക്സാംസ്, അവർക്ക് ഈ എക്സാം ഭയങ്കര സിമ്പിളായിരിക്കും. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദേ വാണ്ട് IIT, NIT അല്ലെങ്കിൽ IIIT, അതല്ലെങ്കിൽ ചിലപ്പം VIT. അപ്പോൾ അത്യാവശ്യം പൈസ ഉള്ളവരാണെങ്കിൽ they'll go for VI. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ they'll go for VIT or ക്യുസാറ്റിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കോളേജസിലേക്കൊക്കെ ചിലപ്പോൾ അവർ പോയേക്കാം. ബട്ട് അതുപോലെ തന്നെ നീറ്റിൻ്റെ കാര്യം 2, 3, 4 പ്രാവശ്യം എഴുതുന്ന ആൾക്കാരുണ്ട് നീറ്റിന്. അപ്പോൾ സോ ദോസ് ആർ വെരി സ്റ്റാൻഡേർഡ് 5 മുതലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. സോ ഐദർ ദേ എല്ലാവർക്കും മേ നോട്ട് ഗെറ്റ് ഇതിനകത്ത് ചുമ്മായാണെങ്കിലും എഴുതും. ബട്ട് ടോപ്പ് റാങ്ക് കിട്ടുന്ന എല്ലാവരും ഒന്നും ഇതിൽ ജോയിൻ ചെയ്യത്തില്ല. കിട്ടാത്ത ആൾക്കാർ ബ്രാഞ്ച് ചിലപ്പം ജെയിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ബട്ട് അവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അവിടെ കിട്ടുന്നുണ്ടാവില്ല. ദേ മേ ഗെറ്റ് സം മെക്കാനിക്കൽ ഓർ സം ന്യൂ ബ്രാഞ്ചസ്. സോ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ ദേ ആർ ദ റിയൽ കോമ്പറ്റീറ്റേഴ്സ് ഫോർ യു പീപ്പിൾ. സോ അവരുടെ ആ പഠിത്തം അവർ 1-2 വർഷമൊന്നുമല്ല, അവരിതിന് വേണ്ടി മെനക്കെട്ട ഇയേഴ്സ്, മെനക്കെട്ട ടൈം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആക്ച്വലി അവർക്കത് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പിരിറ്റിൽ നോട്ട് ലൈക്ക് ദാറ്റ് എൻ്റെ അടുത്തിരിക്കുന്നവൻ ഇങ്ങനെ ഭയങ്കര ഉഴപ്പനാണ്, അവനെ പോലെ പഠിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും അല്ല. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദം. ഇത്രയും വർഷം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഡേ ആൻഡ് നൈറ്റ് ദേ ആർ സ്ട്രഗിളിങ്. അങ്ങനെയുള്ള പഠിക്കുന്ന കോമ്പീറ്റ് ചെയ്യേണ്ടത് ഇഫ് യു ആർ സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫ്രം നൗ അറ്റ്ലീസ്റ്റ്. ബട്ട് there is surely a chance of getting you people
എൻ്റെ ടോപ്പ് 100 കിട്ടാനുള്ള എല്ലാ ചാൻസും നിങ്ങൾക്കും ഉണ്ട്. കാരണം കുറച്ച് സ്ട്രാറ്റജി, കാരണം മറ്റവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ബ്രെയിൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് നിങ്ങൾ അങ്ങനെയല്ല. ഇഫ് യു ആർ ഓൺലി ഫോക്കസിങ് ഓൺ കീം ആണെങ്കിൽ യു ആർ ജസ്റ്റ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പുസ്തകം നോക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. സോ ഗെറ്റിംഗ് ഇൻ ടു നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ട് ഒരു എക്സാം എഴുതുമ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വെരി, നമ്മൾ പഠിച്ചിട്ടും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ റിലാക്സ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്കപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ കീമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തുള്ളത് NCERT-സിന് പുറത്തേക്കുള്ള ഒരു സാധനവും ഇതിനകത്ത് ചോദിക്കാറില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യു പീപ്പിൾ ഇഫ് യു ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദിസ് തിങ്. മറ്റവരും പഠിക്കട്ടെ, ദോസ് ഹു ആർ അവരുടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എൻറ്റയർ അവർക്ക് കിട്ടിയത് എന്തെങ്കിലുമൊക്കെ പഴയത് കിട്ടിയത് പോലും അവർ കളഞ്ഞിട്ട് അവർ എൻറ്റയർ ഇയർ ഇതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. സോ അവരൊരു റിസ്ക് അവർക്ക് കിട്ടണം എന്നുള്ളൊരു ഇത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അവർ എന്തുമാത്രം വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് അവർ എഴുതുന്ന ആൾക്കാരുണ്ട്. സോ ദേ വിൽ ഓൾസോ റൈറ്റ് ദിസ് എക്സാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന അടുത്തുള്ള കുട്ടികളായിട്ട് അല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് എപ്പോഴും ഒരു ചിന്ത വേണം. സോ അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമ്മൾ ഫുള്ളായിട്ട് മാക്സിമം ടൈം നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് വിതരണം. പിന്നെ നമ്മൾ +2-ലായിരിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 10-ലൊന്നും ഈ പ്രശ്നങ്ങളില്ല. നമ്മൾ +2 ഡിസംബർ വരെ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഡിസംബറൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലാബ് എക്സാം വരുന്നു. കാരണം ഇതെല്ലാം കൂടെ എവറിത്തിങ്ങിനെ ഒരു ജനുവരി തൊട്ട് മാർച്ച് വരെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റാത്ത സമയമായിരിക്കും. കാരണം നമുക്ക് ലാബ് റെക്കോർഡ് എഴുതണം, ലാബ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ലാബിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ആകെ കൺജസ്റ്റഡ് ആകും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബോർഡ് പഠിക്കാണ്ട്, അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മുടെ ഈ കീം എക്സാമും വരുന്നത്. സോ ആ ഒരു ടൈമിനെ മുന്നിൽ കണ്ടു, അന്നേരം നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. അന്നേരം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പഠിക്കാനുള്ള ടൈം കിട്ടത്തില്ല. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് ഇപ്പോൾ റിലാക്സ്ഡ് ആണ്, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പഴകുക, ഒന്ന് ചെയ്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. പഠിക്കാൻ പറ്റുന്നതൊക്കെ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ തിങ്. ഇനി നമുക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വി ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ. ആരെയാണ് നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ആർ സ്പെൻഡിങ് ദാറ്റ് മച്ച് അവേഴ്സ് ഇൻ ദീസ് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം. ചുമ്മാ തരുന്ന ആർക്കും മുകളിൽ വരെ കിട്ടില്ല. സോ യുവർ എയിം ഷുഡ് ബി ദിസ് വൺ. ഇനി നമുക്ക് എയിം ഉണ്ടായി മാത്രമേ, എല്ലാ ദിവസവും നമുക്ക് എയിം ഉണ്ടായി ആരെയാ ഓംനോഷായി എനിക്ക് നല്ല മാർക്ക് കിട്ടണം, റാങ്ക് കിട്ടണം എന്ന് പറഞ്ഞിരുന്ന ആരും തരില്ല. ഈവൻ വാട്ട് എവർ മേ ബി ദ ഗോൾ, ഏത് ഗോളിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കിട്ടില്ല. വാട്ട് വി ഹാവ് ടു ഡു, നമ്മുടെ എയിം ഇവിടെ ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി അവർ എയിം. എയിം കഴിഞ്ഞിട്ട് നമുക്ക് അത് കിട്ടാനുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. നിങ്ങളിപ്പം ഒരു ദിവസം ഞാൻ ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി ഉള്ളൊരു ടൈം ഉണ്ടാകും. ചിലർക്ക് മോർണിംഗ് ആയിരിക്കും, ചിലർക്ക് ഡേ ടൈമിലായിരിക്കും, ചിലർക്ക് ഈവനിങ്ങിലായിരിക്കും. എപ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഒരു ടൈം, നമുക്ക് ഏറ്റവും കൂടുതൽ ആ എനർജി കിട്ടുന്ന ടൈമിൽ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മുടെ കീമിന് വേണ്ടി. സോ കീം നമ്മളൊരു ലവറെ പോലെ നമ്മുടെ ഈ കീം എക്സാമിനെ കാണണം. കാരണം നമുക്കൊരു ലവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലൊക്കെ കൊടുത്ത് എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആകും. അവരെ ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഒക്കെ നമ്മൾ വളരെ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ വരും. സോ ഇൻ ദാറ്റ് വേ നമ്മൾ ആക്ച്വലി നമ്മുടെ കീമിനെ അറ്റ്ലീസ്റ്റ് ഫോർ 1 year യു ഹാവ് ടു കൺസിഡർ കീം ആസ് യുവർ ലവർ. ബാക്കിയുള്ള ലവേഴ്സിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് യു ഹാവ് ടു ഫോക്കസ് കീം ആൻഡ് ഫോക്കസ് ഓൺ കീം. ഡേ ആൻഡ് നൈറ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുക. എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ റാങ്ക് എത്തിക്കുന്നത് ഒരുപാട് ഉയരെയായിരിക്കും. അതുപോലെ തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ട് കഴിഞ്ഞാലും ദാറ്റ് വിൽ ഓൾസോ മേക്ക് യു ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നമ്മളെ എത്തിക്കും. സോ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. അതായത് നമ്മൾ ഒരു ദിവസം ഒരു 1 hour ഇതിന് വേണ്ടി പഠിക്കും, നമ്മളൊരു നോട്ട്ബുക്ക് വെക്കും. എല്ലാ ദിവസവും ഞാൻ കീമിനെക്കുറിച്ച് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഞാൻ അതിൻ്റെ നോക്കിയിട്ടേ കിടക്കത്തുള്ളൂ, ഒരു ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടേ കിടക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ മനുഷ്യനാണ്, നമ്മളിപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിതൊക്കെ വിട്ടുപോകുന്നത് കുഴപ്പമില്ല. 1-2 ദിവസം നമ്മൾ ഇതൊക്കെ പോയി, പക്ഷേ ബട്ട് യു ഹാവ് ടു കം ബാക്ക്. നിങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം അല്ലേ. തിരിച്ചിങ്ങോട്ട് വന്ന് ഇത് തന്നെ മനസ്സിലുണ്ടാവണം ടിൽ 27. ലാസ്റ്റൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം കൂടുതൽ ചിന്തിക്കും. പക്ഷേ ആ ഒരു എനിക്കൊരു നെക്സ്റ്റ് 15 days കഴിഞ്ഞിട്ടാണ് എക്സാം എന്നുള്ള സ്ട്രാറ്റജിയിൽ ആ ഒരു തിങ്കിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുതലേ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. സോ ഒരു ഗോൾ വേണം. ഗോൾ നിങ്ങൾക്ക് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് എനിത്തിങ്. എന്നിട്ട് അടുത്തത് പിന്നെ നമുക്ക് ചുമ്മാ നമ്മളിങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആർക്കും അത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമില്ല. പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് റിയലി ബോറിംഗ് തിങ്. അപ്പോൾ അത് ആ ഒരു ബോറിംഗ് ആയിട്ടുള്ള സാധനം നമുക്ക് കുറച്ച് ഇമോഷൻ കൂടെ ചേർത്താൽ കുറച്ച് ആഡ് സം ഇമോഷൻ ഇൻ ദാറ്റ്.
കുറച്ച് ഇമോഷൻസ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു തവണ നമ്മളെ തല്ലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവനെൻ്റെ അച്ഛനെ പറഞ്ഞാൽ, അവനെൻ്റെ അമ്മയെ പറഞ്ഞാൽ, അവനെൻ്റെ സഹോദരി എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ, ആ നായകൻ ഒരു ഒട്ടും ആരോഗ്യമില്ലാത്ത നമുക്ക് കണ്ടാൽ വലിയ എന്താ പറയുക, വലിയൊരു നായകൻ്റെ ലുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോഡിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നമ്മുടെ ഇമോഷനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഒരുത്തും പറഞ്ഞാൽ നമ്മൾ ട്രിഗറാകും അല്ലേ. അവർ ട്രിഗറായി അവരെന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാം. അപ്പോൾ ആ ഒരു എനർജി അവരുടെ ഉള്ളിലേക്ക് വരാം, ആ ഇമോഷണൽ എനർജി. സോ യു പുട്ട് സം ഇമോഷൻ ഇൻ ദാറ്റ്. അപ്പോൾ ചിലർക്ക് അതായത് നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമാണ്. സോ എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് കുറച്ച് റിച്ച് ആവണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു പൊസിഷനിൽ എനിക്ക് എത്തണം, നാട്ടുകാരെ. അപ്പോൾ അങ്ങനെ സംബഡീസ് മോട്ടിവേഷൻ ഈസ് ഇൻ ദാറ്റ് വേ. ചിലർക്കാണെങ്കിലോ അവൻ എന്നെ അല്ലെങ്കിൽ വീട്ടുകാർ പലരും അല്ലെങ്കിൽ എൻ്റെ ഒരു അമ്മായി, എൻ്റെ ഒരു അമ്മാവൻ എപ്പോഴും എന്നെ അങ്ങ് പുച്ഛമാണ്, നീ ഇങ്ങനെ കിടക്കുക, നീ ഒന്നും ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്നൊക്കെ ആരെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ നമ്മളെന്താ പറയുക, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആൾക്കാരുടെ വായടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ you can take that word into your heart. നമ്മൾ പ്രതികാരം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അല്ല അസൂയ എന്നൊക്കെ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബാഡ്, ബട്ട് യു ക്യാൻ കീപ് ദാറ്റ് തിങ്. അതൊരു തീപ്പൊരിയായിട്ട് മനസ്സിൽ കിടക്കട്ടെ. ഇവനെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. 2027 കീമൊന്ന് റിസൾട്ട് വരട്ടെ, ഞാൻ ആരാണെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ നമ്മൾ പുറത്ത് ആരോടും പറയണം. യു ക്യാൻ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. എന്നിട്ട് അത് നിങ്ങൾ ഇതെല്ലാം എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പഠിക്കാനൊരു മൂഡിൽ, ഇന്നൊരു രസമില്ല, ഇന്നൊരു സിനിമ കണ്ടോളൂ, ബട്ട് വെൻ യു ആർ കമ്മിങ് ബാക്ക് ഈ സാധനം മുന്നിൽ വരണം. എപ്പോഴെങ്കിലും നമുക്കിത് പഠിക്കുന്ന ഒരു ബോറിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ ആ സാധനം നമ്മുടെ ഉള്ളിൽ വന്ന് ലെറ്റ് ഇറ്റ് ബി ആ ട്രിഗറിങ് പോയിൻ്റ് ആയിരിക്കണം, നമ്മളെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നില്ല, ചിലർക്ക് പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും, ചിലർക്ക് നെഗറ്റീവ് ആയിരിക്കണം, വാട്ട് എവർ. അല്ലെങ്കിൽ ചിലർ പറയും എൻ്റെ അമ്മ, അതായത് സംബഡി ഈസ് വളരെ പത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയിലാണ്, എനിക്ക് വേറെ ആരുമില്ല. ചിലർക്ക് ഉണ്ട്, കാരണം നമ്മളങ്ങോട്ട് ഉയർന്നാൽ മാത്രമേ. ചില പെൺകുട്ടികളുടെ കേസ് കണക്ക് ആർക്കും ദേ ആർ നോബഡി ഈസ് കെയർ അബൌട്ട് ദം. സോ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഇത് കിട്ടിയില്ലെങ്കിൽ വാട്ട് വിൽ ബി അവർ ലൈഫ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. സോ വാട്ട് എവർ മേ ബി ദ റീസൺ, യു ഹാവ് ടു കീപ്പ് എ റീസൺ, ഇമോഷണൽ റീസൺ ടു ഗെറ്റ് ഇൻ ടു ഗുഡ് റാങ്ക്. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ സാധനം നമ്മുടെ ഉള്ളിൽ ട്രിഗർ ആയിരിക്കണം, അതിനെ ആ ഒരു പ്രതികാരത്തിന്. പക്ഷെ നമ്മൾ വലിയ റാങ്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ പ്രതികാരമൊക്കെ അങ്ങ് പോകും, നമ്മുടെ മനസ്സും വളരെ ക്ലിയർ ആവും. ബട്ട് ഫോർ ട്രിഗറിങ് ദാറ്റ് തിങ് നമുക്ക് എക്സാം എഴുതാനോ അതിനൊക്കെ ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും. എപ്പോഴും പറയും അവൻ അടിപൊളിയാണ്, നീയൊന്നും എന്തിനെ കൊള്ളാം എന്നൊക്കെ പറയുന്നത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സിബ്ലിംഗ് റൈവലറി ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ബട്ട് ആ റൈവലറി ആണെങ്കിൽ പോലും ഈവൻ വിത്ത് യുവർ സിബ്ലിങ്സ് ഓർ യുവർ കസിൻസ് ഓർ നിങ്ങളുടെ നെയ്ബേഴ്സ് ആരെങ്കിലുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ പോയിന്റ് ടു ക്ലിയർ ദാറ്റ് തിങ്. ആ റൈവലറിയെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ആ റൈവലറിയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ട്രിഗറിങ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യണം. എന്തിന്? ഈ ഇമോഷൻ കൊടുത്തുകൊണ്ട് എപ്പോഴാണ് എനിക്കൊരു ടോപ്പ് 5 എനിക്കിഷ്ടമുള്ള കോളേജ്, എനിക്കിഷ്ടമുള്ള ബ്രാഞ്ച് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ചാൻസ്, ദാറ്റ് ഇസ് ആ ഫ്രീഡം ഉണ്ട് നമുക്ക്. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ നമുക്കൊരാളാവാം അല്ലേ, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഈ ഒരു ബുക്കും ഈ ഒരു പെൻസിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം കീഴടക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് വെരി ഈസി, കാരണം ഓൾ ദി ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. നമ്മുടെ തന്നെ ക്ലാസ്സസ് കേൾക്കണമെന്നില്ല. വി ആർ ഓൾസോ വിത്ത് യു ടു ഹെൽപ്പ് ഓൾ ദീസ് തിങ്സ്. യുവർ ഇമോഷൻസ് വെനെവർ യു ആർ ഗെറ്റിംഗ് ഡൗൺ യു ക്യാൻ കമൻറ്റ് us, we will help you. And even all the topics, എല്ലാ ടോപ്പിക്കും ഞങ്ങൾ കവർ ചെയ്യാം. ഇപ്പോൾ we are started just with physics, we'll cover all other topics also, and you can comment. Okay, so this is what I want to tell you for KEAM 2027. So we are with you. Let us move towards to get into a good rank of വിത്ത് എ ടോപ്പ് 100 നമുക്ക് വരണം. ചുമ്മാ എഴുതാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ആരോടും പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വർഷം മെനക്കെട്ടേ പറ്റും. സോ കീപ് ഓൾ ദ focus, all the energy of yours in it, and you will surely get a top rank in KEAM. So all the best. So be with us, subscribe with us, and നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ എല്ലാവരോടും പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.